സനിസ എന്നോടൊപ്പം കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തത്സമയം ചേരുന്നു തിരുവനന്തപുരത്ത്. സനിസ, ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള വിവേചനത്തിന് സർക്കാരിന് അതോറിറ്റീസ് എന്തെങ്കിലും മറുപടി വിശദീകരണം ഉണ്ടോ? ഇല്ല നിഷാദ്, ഇത്തരത്തിൽ വളരെ കാലാകാലങ്ങളായി ഇത്തരത്തിൽ തങ്ങൾ വിവേചനം നേരിടുന്നു എന്ന നിലയിൽ ഭീമാപള്ളി മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി തവണ മന്ത്രി ചെറിയാനെ അതുപോലെ തന്നെ മുൻ ഫിഷറീസ് മന്ത്രിയായിരുന്ന ജെ മേഴ്സിക്കുട്ടി അമ്മയെ അടക്കം ഇത്തരത്തിൽ മഹലിന്റെ നേതൃത്വത്തിൽ ഇവർ സന്ദർശിച്ചിട്ടുണ്ട്, ഈ പരാതികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പിണറായി സർക്കാരിന്റെ ആദ്യത്തെ പദ്ധതിയുടെ ഭാഗമായിട്ട്, ഇത്തരത്തിൽ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായിട്ട് 168 അപേക്ഷകളാണ് ഭീമാപള്ളി തീരദേശവാസി നിന്നും നൽകിയിരിക്കുന്നത്. ഇതിൽ തന്നെ ഒരു നടപടിയും ഇവരുടെ അപേക്ഷകളൊക്കെ തള്ളുകയായിരുന്നു. അത്തരത്തിൽ ആദ്യത്തെ അവഗണന അപ്പോഴായിരുന്നു. തുടർന്ന് ഈ ഭീമാപള്ളി മഹലിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചതിനെ തുടർന്ന് ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം കനക്കുകയും മുൻ ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടി അമ്മയടക്കം ഭീമാപള്ളിയിലെ മഹലിന്റെ ഓഫീസിലെത്തി ഇവരോട് സംസാരിക്കുകയും തുടർന്ന് 20 പേർക്ക് മാത്രം വീടുകൾ ഫ്ളാറ്റുകൾ നൽകുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴും ഇതിൽ 148 പേർ തങ്ങൾക്ക് വീടുകളില്ലാതെ, ഫ്ളാറ്റ് ലഭിക്കാതെ പുറം വഴിയിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തത്. അവർക്കൊരു കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാത്ത അവസ്ഥയാണ്. ഇതിൽ നിന്ന് ഇപ്പോൾ രണ്ടാം ഘട്ട പദ്ധതിയിലേക്ക് വരുമ്പോൾ, രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലെ പദ്ധതിയിലേക്ക് വരുമ്പോൾ 573 പരം പരാതികളാണ്. വീടുകളില്ല, തങ്ങൾക്ക് കയറിക്കിടക്കാൻ ഒരിടമില്ല എന്ന തരത്തിൽ കടലാക്രമണത്തിൽ വീട് നഷ്ടപ്പെട്ട അവരെല്ലാവരും സ്വന്തമായി വീടും സ്ഥലവുമുള്ള ആൾക്കാരായിരുന്നു. ഇത്തരത്തിൽ കടൽ കയറി വീട് നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. അത്തരത്തിൽ 500 പരം പരാതികളാണ് ഇത്തരത്തിൽ എത്തിയത്. പരാതികൾ നൽകിയിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ നാളെ മുട്ടത്തറയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ